ഏതാണ്ട് 10 വർഷമായി ഞാൻ ആസ്ട്രൽ പ്രൊജക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ 10 വർഷമായി ഞാനിത് പഠിക്കുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഇത് ജീവിതത്തിലൊന്ന് പരീക്ഷിക്കണം എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പരീക്ഷിച്ചതാണെന്നാണ് പോലീസിനോട് പറഞ്ഞത്. പോലീസ് പക്ഷേ ആ മൊഴിയൊന്നും വിശ്വസിച്ചില്ല. സാത്താൻ സേവക്കാരനായിരുന്നു. കമ്പ്യൂട്ടറിൽ അയാളുടെ സെർച്ച് ഹിസ്റ്ററിയിലൊക്കെ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഗൂഗിളിൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ അയാളുടെ ഉണ്ടായിരുന്നു. പക്ഷേ അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരിക്കൽ ജോണേട്ടനോട് പറഞ്ഞു, പക്ഷെ അതൊരു ചാനലിരുന്ന് പറയാൻ പറ്റില്ല. ഒരു ചാനൽ ഈ ഒരു ഇതിലിരുന്ന് എനിക്കത് പറയാൻ പറ്റില്ല. ഇപ്പം ഞാൻ എൻ്റെ സ്വന്തം ചാനലിൽ പോയിരുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷേ കേരള സ്പീക്കിലിരുന്ന് അങ്ങനെ ഒരു സാധനം പറയാൻ പാടില്ല. അത് പറയുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് ഇയാളുടെ കാരണമെന്ന് അന്നൊരു ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഇയാളുടെ ബേസിക് കാരണം പോലീസ് പറയുന്നത് വീട്ടുകാരോടുള്ള അടങ്ങാത്ത പകയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. കുറ്റപത്രത്തിലും അതൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്, പകയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇയാളും ഡോക്ടർ MBBS പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഓ അത് ശരി. കേരള MBBS പഠിച്ചുകൊണ്ടിരുന്ന രണ്ടാം വർഷം കഴിഞ്ഞതാണ്. അയാൾക്ക് നല്ല മാർക്കോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഈ AI ഭ്രാന്ത് കയറി. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാനുള്ള അമിതമായ ഒരു താല്പര്യം ഇയാൾക്ക് ഉള്ളിൽ കയറി. അങ്ങനെ ഇയാൾ ഈ കോഴ്സ് വിട്ടു, MBBS വിട്ടു.